എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണവ റോസ്റ്റാണ്. അതിനായി കണവ എടുത്ത് നല്ലപോലെ വൃത്തിയാക്കി അരിഞ്ഞ് വെക്കേണ്ടതാണ്. ഇനി നമുക്ക് കണവയ്ക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ഉപ്പാണ്. നമ്മളിട്ട മസാല എല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കേണ്ടതാണ്. ഇനി നമ്മൾ ഫ്രൈ ആക്കാൻ എടുക്കേണ്ടതാണ്. അതിനായി പാൻ എടുത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഫ്രൈ ആക്കേണ്ടതാണ്. അടച്ചു വെച്ച് ഫ്രൈ ആക്കി എടുക്കേണ്ടതാണ്. ഏകദേശം ഈ പരുവാവുന്നവരെ ഫ്രൈ ആക്കേണ്ടതാണ്. അതിനുശേഷം മാറ്റി വയ്ക്കേണ്ടതാണ്. ഇനി നമ്മൾ മസാലക്കൂട്ട് തയ്യാറാക്കേണ്ടതാണ്. അതിനായി 2 സവാള, 250 ചെറിയ ഉള്ളി എടുത്ത് വെക്കേണ്ടതാണ്. സവാള നല്ലപോലെ സ്ലൈസായിട്ട് അരിയേണ്ടതാണ്. 2 തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞു വെക്കേണ്ടതാണ്. 2 കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, 1 പച്ചമുളക് നല്ലപോലെ അരച്ച് എടുക്കേണ്ടതാണ്. നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന എണ്ണയിൽ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം ചെറിയ ഉള്ളി ഒന്ന് വഴറ്റി എടുത്ത് മിക്സിയിലിട്ട് അരച്ച് എടുക്കേണ്ടതാണ്. ചെറിയ ഉള്ളി അരച്ച് മാറ്റി വെച്ചതിന് ശേഷം പാൻ എടുത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് സവാള ഇട്ട് ഒന്ന് വഴറ്റി എടുക്കേണ്ടതാണ്. ഒരു ടീസ്പൂൺ ഉപ്പ് ഇടേണ്ടതാണ്. നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, മുളക് ഇടേണ്ടതാണ്. ഒന്ന് വഴറ്റിയതിന് ശേഷം തക്കാളി ഇടേണ്ടതാണ്. തക്കാളി നല്ലപോലെ ഉടഞ്ഞ് വെന്തതിന് ശേഷം നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയുടെ പേസ്റ്റ് ഇടേണ്ടതാണ്. അതിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മസാല ഇടേണ്ടതാണ്. ആദ്യമായി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നല്ലപോലെ വഴറ്റി എടുക്കേണ്ടതാണ്. നമ്മളിട്ട മസാലസിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടതാണ്. നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയുടെ മിക്സി ജാറിൽ എടുത്ത് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കേണ്ടതാണ്. വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന കണവ ഇടേണ്ടതാണ്.
നല്ലപോലെ മിക്സാക്കി എടുക്കേണ്ടതാണ്. കറി ലീഫ് ഇട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കേണ്ടതാണ്. നമ്മളെ കണവ റോസ്റ്റ് റെഡിയായിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള വീഡിയോസിനായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.